എല്ലാ വർഷവും ഡിസംബർ 1-ാം തീയതി ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കാറുള്ളതാണ്. അഥവാ എയ്ഡ്സ് എന്ന് പറയുന്ന വളരെ മാരകമായിട്ടുള്ളൊരു രോഗം. ആ രോഗത്തിൻ്റെ റിസ്ക് എലമെൻറ്റുകളെ പറ്റിയിട്ട് ലോകത്തിന് ബോധവൽക്കരിക്കാനും, അതേപോലെ തന്നെ അത് ബാധിച്ച ആളുകളോടുള്ള സ്റ്റിഗ്മയും, അത് ബാധിച്ച ആളുകളോടുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറ്റാനും, മൊത്തത്തിൽ ആ രോഗം കുറച്ച് പ്രയാസകരമായിട്ട് രോഗമാണ്. അതിനെ ഡീൽ ചെയ്യാൻ, അതിൻ്റെ അളവ് കുറക്കാനും, ഉള്ള ആളുകളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ ലോകത്തെ മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ദിനാചരിക്കുന്നുണ്ട്. അഥവാ ലോകം എല്ലാ വിഷയങ്ങളും ദിനാചരിക്കുന്ന ഒരു സംവിധാനമല്ല ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. അഥവാ എയ്ഡ്സ് അത്രയും ഇന്ന് മെഡിക്കൽ ലോകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് പരിഗണിക്കുന്നു എന്നർത്ഥം. നമ്മളതിങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് ഡാറ്റകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ, ഇത് ബാധിച്ച ആളുകളെ സ്റ്റിഗ്മയോടുകൂടി കാണാതിരിക്കുക എന്ന് പറയുന്നതിനൊപ്പം തന്നെ ആദ്യം ഇതിൽ പരിഗണിക്കേണ്ടത് മാരകമായ രോഗം, അഥവാ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് എയ്ഡ്സിൽ സംഭവിക്കുക. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്ന് പറയുന്ന നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അഥവാ നമ്മുടെ രോഗപ്രതിരോധ ശേഷി അത് തകരാറിലാവും. അപ്പോൾ വരുന്ന രോഗങ്ങളൊക്കെ നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ, ശരീരത്തിന് പ്രയാസകരമായ രീതിയിൽ മാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് അതിലെ അപകടം. അഥവാ മറ്റേതൊരു രോഗത്തേക്കാൾ തീവ്രമായ ഒരു പ്രയാസത്തിലേക്ക് HIV-ക്ക് അല്ലെങ്കിൽ എയ്ഡ്സിന് മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധ്യതയാണ് അതിൻ്റെ തീവ്രതയെ കൂട്ടുന്നത്. അപ്പോൾ ഈ രോഗം എന്ന് പറഞ്ഞാൽ അത് വരാതിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ഈ എയ്ഡ്സിനെ പറ്റി ചിന്തിക്കുന്ന സമയത്തും അതിനെ പരിഗണിക്കുന്ന സമയത്തും ആദ്യം ഗൗരവത്തിലെടുക്കേണ്ട വിഷയം. അപ്പോൾ എന്തൊക്കെ കാരണത്തിലാണ് ഈ രോഗം വരുന്നത്? ഈ രോഗത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ? എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം, അപ്പോൾ നമ്മൾ ഏത് വിഷയം ചർച്ച ചെയ്യുമ്പോഴും പൊതുവിൽ നമ്മളതിൻ്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് വ്യാപിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അതുപോലെ തന്നെ അത് സോഷ്യലി എങ്ങനെയാണത് വ്യാപിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ എത്തിയത്, ഇതൊക്കെ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ഡിസംബർ 1-ാം തീയതി ആകും അതിൻ്റെ കണക്കുകൾ വരാറുണ്ട്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്കുകൾ വരും. അതിങ്ങനെ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കൂടുന്നുണ്ട്, ഇങ്ങനെ കൂടുന്നുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് അത് വ്യാപിക്കാൻ കാരണമായ സാമൂഹ്യ സാഹചര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ കുറവാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി എടുക്കണം. ഇപ്പം ഇപ്രാവശ്യത്തെ കണക്കുകൾ തന്നെ എടുത്ത് നോക്കിയാൽ HIV ബാധിതർ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികം എന്നുള്ള പോലെ തന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാസം ഒരു ഏകദേശം ഒരു മാസം ആവറേജ് 100ഓളം അണുബാധിതരാണ് പുതിയതായിട്ട് വരുന്നതെന്നാണ്. ഓരോ മാസവും 100 ആളുകളാണ് കേരളത്തിൽ HIV അണുബാധിതരാകുന്നത്. അതിൽ തന്നെ ഇതിനെ കൂടിക്കൊണ്ടിരിക്കുക. 2022 കേരളത്തിലെ ആകെ അണുബാധിതരിൽ 9% യുവാക്കളായിരുന്നു. 2023 ഇത് 12%, 24 അത് 14.2, 2025 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ 15.4%. യുവാക്കൾ എന്ന് പറയുമ്പോൾ ഒരു 30 വയസ്സിന് താഴെ ആയിരിക്കും. ആ ഒരു സമയത്തുള്ള ആളുകളിൽ 15.4% ആളുകൾ ആയി എന്നുള്ളത്, അതായത് ടോട്ടൽ പോപ്പുലേഷന്റെ 15.4% അല്ല, ബാധിതരിൽ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2022 അത് 9 ഉള്ളത് ഇപ്പൊ 15.4 എന്നുവെച്ചാൽ യുവാക്കളിൽ എയ്ഡ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ പിന്നെ ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കാര്യങ്ങൾ തന്നെ വിശദീകരിച്ചിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടുകളിലൊക്കെ കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. അതായത് ഇങ്ങനെ HIV ബാധിതരായിട്ടുള്ള ആളുകൾ, അത് 23,608 ആളുകളാണ് കേരളത്തിലുള്ളത്. അതിൽ 62.5% പേർക്കും ഒന്നിലധികം ലൈംഗിക പങ്കാളികളുണ്ട്. എന്നുവെച്ചാൽ ഈ തരത്തിലുള്ള ഒന്നിലധികം പങ്കാളികൾ ഉള്ളതാണ് ഈ അവിഹിത ബന്ധങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും. ഏറ്റവും സിമ്പിളായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിലെ ഇൻസെക്യൂരിറ്റിയും അതേപോലെ തന്നെ അത് വളരെ വിശാലമാക്കി അല്ലെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുന്നതുമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളതാണ്. അത് ഇപ്പോൾ പല രീതിയിൽ അതിന് മെക്കാനിസങ്ങൾ തേടുന്ന ആളുകളുണ്ടാവും, സംവിധാനങ്ങൾ തേടുന്ന ആളുകളുണ്ടാവും. ചില നാട്ടിൽ ചില ആളുകളൊക്കെ പുരോഗമനത്തിൻ്റെ ഭാഗമായിട്ട് പോലും അതിനെ വായിക്കാറുണ്ട്. നാട്ടിൽ ഒരാൾക്ക് ലൈംഗികമായ താല്പര്യം തോന്നുന്ന സമയത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ചില പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റുകളെ പോലത്തെ സ്ഥലങ്ങൾ ആംസ്റ്റർഡാമിലുള്ളതുപോലെ ബോംബെയിലുള്ളതുപോലെയൊക്കെ ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെന്തൊരു സംഭവമാണോ നല്ലതായിട്ട് അവതരിപ്പിക്കുന്നത്, ആ കാര്യം അത്തരം സ്ഥലങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ പോകുന്നു. ഒരുപാട് ആളുകൾ പോകുന്നു പറഞ്ഞാൽ ഇതിനായിട്ട് സെക്സ് വർക്കർ എന്ന് പറയുന്നത് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ആ തൊഴിലിനെ ഭയങ്കര സംഭവമായിട്ട് പറയുന്ന കാര്യമുണ്ട്. ഇതെങ്ങനെയാണ് HIV-ക്ക് കാരണമാകുന്ന ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു സെക്സ് വർക്കർ ഉണ്ടെങ്കിൽ അർത്ഥം എന്താണ്? ഈ വ്യക്തി ഒരുപാട് ആളുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഈ വ്യക്തി അത്തരത്തിൽ ഓരോ ഇതിനു ശേഷവും HIV ഇല്ലെന്ന് ഉറപ്പിച്ചിട്ട് അടുത്ത ബന്ധത്തിന് പോകാന്ന് പറയുന്ന കാര്യം പ്രായോഗികമാണോ? അത്തരം പ്രായോഗികമായിട്ടുള്ള പരിഹാരങ്ങൾ അതിന് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. ഇനി ഈ വ്യക്തിക്ക് അതില്ലെങ്കിലും ഈ വ്യക്തി ഒരുപാട് ആളുകളുമായിട്ട് ലൈംഗിക ഏർപ്പെടുന്ന സമയത്ത് ഒരു മാസം 100 ആളുകൾ എന്ന് പറയുമ്പോൾ HIV ബാധിച്ച 100 ആളുകളിൽ ആരെങ്കിലും ഇയാളുടെ അടുത്തേക്ക് വരാം. അത് പല രീതിയിൽ ബാധിച്ച ആളുകൾ വരാം. ഈ വ്യക്തി എന്ത് ചെയ്യുന്നു? സെക്സ് വർക്കർ ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ
ആ സെക്സ് വർക്കറിൻ്റെ ഇൻഫെക്ഷൻ ഏതോ ആളിൽ നിന്ന് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ സെക്സ് വർക്കറിൻ്റെ ഇൻഫെക്ഷൻ എന്ത് ചെയ്യുന്നു, അവരിലൂടെ അവരിലേക്ക് വരുന്ന ഓരോ ആളുകളിലേക്കും പോകുന്നു. ഇനി ആ ആളുകൾ പോകുന്ന വേറെ സെക്സ് വർക്കേഴ്സ് ഉണ്ടാവും, ആ ആളുകൾ ഇൻഫെക്റ്റഡ് ആവുന്നു, അവരിലൂടെ വേറെ ആളുകളിലേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് അതിപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ പോലെ ഒരൊറ്റ ആള് ഈ ചെയിനിൽ സെക്സ് വർക്കേഴ്സ് ആയിട്ടുള്ളതോ സെക്സ് വർക്കറെ ലൈംഗിക ബന്ധത്തിന് വേണ്ടി സമീപിക്കുന്നതായിട്ടുള്ള ഈ ഒരു ചെയിനിലെ ആളുകളിൽ ഒരൊറ്റ ആൾ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ അത് മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന അത്ര എന്ത് ചെയ്യും, ഇത് കുതിച്ച് മുന്നിലേക്ക് പോകും. മാത്രമല്ല ഇതിൽ ഈ സെക്സ് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായ സെക്സ് വർക്ക് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, ഇപ്പോൾ ഈ മസാജ് സെന്ററുകൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണത്. മസാജ് സെന്ററുകളിൽ നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ പോസ്റ്റുകളിലൊക്കെ ഇങ്ങനെ സ്പാ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ മസാജ് സെന്ററുകളിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, അതിൽ മസാജിന്റെ പേരിൽ അതിന്റെ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പല സ്ഥലത്തും കാണാം. ഇപ്പോൾ ഈവൻ മീഡിയകൾ പോലും ചിലതൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്പോസ് ചെയ്യാത്തത് വളരെ വ്യാപകമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിലൂടെയൊക്കെ ഇത് സംഭവിക്കാം. ഈ സെക്സ് വർക്ക് എന്ന് പറഞ്ഞാൽ സെക്സ് വർക്കേഴ്സ് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ മനസ്സിലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഈ റെഡ് സ്ട്രീറ്റ് എന്നൊക്കെ, അങ്ങനെ മാത്രമല്ല ഈ സംഭവം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അതായത് ഒരാൾ പിന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് നിരന്തരം ഇത് തന്നെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള സംഭവം നടക്കുന്നുണ്ട്. പക്ഷെ അതിന് പേര് ചിലപ്പം മസാജിന്റെ കൂടെയുള്ള കാര്യങ്ങൾ ഹാപ്പി എൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം. അത്തരം സെന്ററുകളെ സമീപിക്കുന്നവരും അതേപോലെ തന്നെ അതിനെ ഗൗരവനായി കാണാത്ത രാഷ്ട്രീയക്കാരും ഒക്കെ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം. നമ്മുടെ നാട്ടിൽ ഇത് കൂടുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ഡേറ്റിംഗ് ആപ്പുകൾ വഴി വളരെ വ്യാപകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പുകൾ യാതൊരു പരിധികളും ഇല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇത്തരം ആളുകൾ ഈ പറഞ്ഞ എന്താ പറയുക സെക്സ് വർക്കേഴ്സ് എന്ന് സ്വയം പേരിടാതെ തന്നെ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡേറ്റിംഗ് ആപ്പുകൾ വഴി അതുപോലെ തന്നെ ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ റാക്കറ്റുകൾ പലപ്പോഴും പിടിക്കുമ്പോഴാണ് വാർത്തയ്ക്കാവുക. അതല്ലാതെ ഇത് വളരെ കാഷ്വലായിട്ട് സംഭവിക്കുന്നുണ്ട്. റാക്കറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് കാഷ്വലായിട്ട് സംഭവിക്കുന്നുണ്ട്. കാഷ്വലായിട്ട് സംഭവിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പുരോഗമനവാദികൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അത് അവരുടെ ഇഷ്ടമല്ലേ, ഇവരുടെ ഇഷ്ടമല്ലേ, വേറെ കാര്യമായ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇഷ്ടത്തോട് കൂടി ചെയ്യുമ്പോൾ എന്ത് നെഗറ്റീവ് കോൺസിക്വൻസ് ഉള്ള കാര്യവും ഓക്കെ ആവുന്നുള്ളതാണ്. ആ തോട്ടിന്റെ കുറച്ച് എക്സ്ട്രീം രൂപമാണ് കഞ്ചാവും ഒക്കെ അല്ലേ ഇതിന്റെ ഇഷ്ടമല്ലേ എന്ന് പറയുന്നതിലേക്ക് എത്തുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം. അതേപോലെ തന്നെ ഇതിനെ ഈ സെക്ഷൽ റിലേഷൻഷിപ്പിനെ വളരെ കാഷ്വൽ നോർമൽ ഒക്കെ ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് പറഞ്ഞാൽ വളരെ ഇമ്മച്വർ ആയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഇമ്മച്വർ കുട്ടികൾ ശാരീരികമായിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരിലും ഇത്തരം ബന്ധങ്ങൾ സ്കൂളുകളും കോളേജുകളിലൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്താണ് നമ്മളെ കോഴിക്കോട് ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ 14 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഗർഭം ധരിച്ചത്. നമ്മൾ ആ കുട്ടി ആ പ്രായത്തിൽ ചെയ്തൊരു അബദ്ധമായിരിക്കാം അത്. പക്ഷെ ആ അബദ്ധത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ കുട്ടിയിലേക്ക് ഇത്തരം ഒരു റിലേഷൻഷിപ്പിനെ വളരെ നോർമലായിട്ട് അവതരിപ്പിക്കുന്ന, അത് സ്വാഭാവികമാണെന്ന് പറയുന്ന, നിങ്ങൾക്കത് ആവാമെന്ന് പഠിപ്പിക്കുന്ന ആശയങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് കുട്ടികളിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും ശാരീരികമായിട്ട് പക്വത നേടിയിട്ടുണ്ടെങ്കിൽ, പക്വതക്കപ്പുറം ശാരീരികമായിട്ട് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ താല്പര്യം ഉണ്ടാവും. ബയോളജിക്കലി ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ ഉണ്ടാവും, അതിനോട് താല്പര്യം ഉണ്ടാവും. അവരൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ റിലേഷൻഷിപ്പുകൾ ഇല്ലെങ്കിൽ നിങ്ങൾ ക്യാമ്പസ് ജീവിതവും സ്കൂൾ ജീവിതവും വളരെ മോശമാണെന്നും അത് വരേണ്ടതാണെന്നും അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ റിലേഷൻഷിപ്പിലേക്ക് എത്താൻ അവരോട് പറയുന്നു. ആ റിലേഷൻഷിപ്പിലേക്ക് എത്താൻ ഇവർ പറയും ചെയ്യുന്നു. ഷോർട്സിലൂടെയും റീൽസിലൂടെയും സിനിമയിലൂടെയും അവർക്ക് ആ സന്ദേശം കിട്ടും ചെയ്യുന്നു. ഉള്ളിൽ അത്തരമൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള ആഗ്രഹമുണ്ട്. സ്വാഭാവികമായിട്ട് അത്തരം റിലേഷൻഷിപ്പിലേക്ക് അവരെത്തും. ആ റിലേഷൻഷിപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ മൊമെന്റ്സും അനുരാഗങ്ങൾക്കും ഇടയിൽ സ്വാഭാവികമായിട്ട് രണ്ടുപേരുടെ ശരീരം ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിന് കൊതിക്കുന്ന രീതിയിൽ ഒന്ന് പ്രായപൂർത്തിയായി ഒന്ന് മുതിർന്നിട്ടുണ്ടെങ്കിൽ, ശരീരം മുതിർന്നിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ രഹസ്യ മൊമെൻറ്റുകൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് വഴുതി പോകാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. ആ വഴുതി പോകുന്നതിന് വളരെ നോർമലായിട്ട് അവതരിപ്പിക്കുന്ന വിപ്ലവ പ്രസ്ഥാനങ്ങളും ആശയങ്ങളും റീലുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അത് ധാർമ്മികമായൊരു കുറ്റബോധം പോലും ഇല്ലാതെ ചെയ്യാനുള്ള സാധ്യതയും വളരെ അധികമാണ്. അത് വളരെയധികം ഇത്തരത്തിൽ ഇപ്പോൾ ചില സുഹൃത്തുക്കളായിട്ട് അധ്യാപകരിലൂടെയൊക്കെ നമ്മൾ അവരുടെ അന്വേഷണത്തിൻ്റെ ഫലങ്ങൾ അറിയുന്ന സമയത്ത് 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ PGയും BEഡും ഒക്കെ വരെയുള്ള പല ഏജ് ഗ്രൂപ്പുള്ള ആളുകൾ ഇത്തരത്തിൽ വളരെ കാഷ്വലായിട്ട് സ്കൂളുകളിലും കലാലയങ്ങളിലും ക്യാമ്പസുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഇതിൻ്റെ അപകടം വളരെയധികം മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് ആരെങ്കിലൊക്കെ പറയണ്ടേ. നമ്മുടെ മാധ്യമങ്ങൾ ഇത് പറയുന്നില്ല.
കാരണം പറഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ഇത് പറയുമ്പം അത് വളരെ കാഷ്വലായ പുരോഗമന വിരുദ്ധ 2 ഇൻഡിവിജ്വലുകളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കലാവില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നുവെച്ചാൽ ഒരു പുരോഗമനം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഇതൊന്നും പറയാതിരിക്കുകയാണ്. ഇപ്പോൾ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി തന്നെ ഈ ന്യൂസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, യുവജനങ്ങളുടെ അശ്രദ്ധമായ ജീവിത രീതിയിൽ സൊസൈറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്താണ് ഈ അശ്രദ്ധമായ ജീവിത രീതി? അതാലോചിക്കണം. പറയാത്തെന്താ? അതെന്തൊക്കെയാണ്? ഇപ്പൊ ഇവര് പൊതുവിൽ പെട്ടെന്ന് പറയുന്നത് വെച്ചാൽ അത് പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക, പ്രൊട്ടക്ഷൻ സ്വീകരിക്കാതെയുള്ള ബന്ധങ്ങൾ എന്ന് പറയും. ഈ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പൊതുവേ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നോ പ്രൊട്ടക്ഷൻ ഈസ് 100%. 100% അല്ല. ഒന്നും ഒരു 100% അല്ല. അപ്പൊ അതുകൊണ്ട് പ്രൊട്ടക്ഷൻ സ്വീകരിക്കുക എന്നുള്ളത് അതിന്റെ ഒരു വഴി മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ജീവിത രീതി, ഇവിടെ പറഞ്ഞ ഈ ജീവിത രീതി എന്താണ്? ഈ ജീവിത രീതി മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിലേക്ക് പോകുന്ന, വളരെ കാഷ്വലായ സെക്സ് നടക്കുന്ന, വൺ നൈറ്റ് സ്റ്റാൻഡുകൾ നടക്കുന്ന, അതേപോലെ തന്നെ മസാജ് സെന്ററുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഡേറ്റിംഗ് ആപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ഇത് പ്രശ്നമാണ്. അത് കൺട്രോൾ സൊസൈറ്റി അടക്കം പറയുന്നുണ്ട്. പക്ഷേ അത് അങ്ങോട്ട് ചർച്ചയിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ട്? ഈ പറഞ്ഞ പ്രശ്നമാണ്. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഈ അശ്രദ്ധമായ ജീവിത രീതിയിൽ നിന്ന് മാറി ശ്രദ്ധയുള്ള ജീവിതം എന്താണ്? അവിടെയാണ് നമ്മൾ പറയുന്നത്, ഒരു ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള ബയോളജിക്കൽ നീഡാണ്. അതൊരിക്കലും തെറ്റല്ല, അതൊരു നല്ലൊരു കാര്യമാണ്, അല്ലേ? മനുഷ്യന്റെ പിന്നെ തുടർച്ച എന്ന് പറയുന്നത് ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് ഉത്തരവാദിത്വത്തോടു കൂടിയായിരിക്കണം. ഈ അശ്രദ്ധമാകരുത്, ഉത്തരവാദിത്വത്തോടു കൂടിയായിരിക്കണം. ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ബന്ധം എപ്പോഴാണ് പോസിബിൾ ആകുക? അത് ഒരു കരാറോടുകൂടി, എന്ന് വെച്ചാൽ ഒരു വിവാഹ ബന്ധത്തിലൂടെയാണ് അത് സംഭവിക്കുക. ഇത് നമ്മൾ പറയുമ്പോൾ ഈ ഉത്തരവാദിത്വത്തോടുകൂടി, അശ്രദ്ധമല്ലാത്ത ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള റെസ്പോൺസിബിൾ സെക്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പറയുമ്പോൾ അത് പെട്ടെന്ന് പിന്തിരിപ്പനാകും. നമ്മളിപ്പോൾ പിന്നെ ഒരു സ്കൂൾ കുട്ടികളോടോ അല്ലെങ്കിൽ കോളേജ് കുട്ടികളോടോ ഒക്കെ പറയാണ്, ഈ ഇറസ്പോൺസിബിൾ ലവിന് പകരം റെസ്പോൺസിബിൾ ലവിലേക്ക് നിങ്ങൾ പോകണം. എന്ന് വെച്ചാൽ നിങ്ങൾ പ്രേമിച്ചോളൂ, നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം പ്രേമിച്ചോളൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനെന്തോ ഒരു റിഗ്രസീവായ, വളരെ പിന്നെ എന്താ പറയുക, കാലങ്ങൾക്ക് മുമ്പുള്ള തോട്ടായിട്ടൊക്കെയാണ് പറയുന്നത്. അതായത് കല്യാണം ചില പുരോഗമനക്കാർ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉം. സോ ഒരു ടേംസിലും ഒരു സ്ഥലത്തും കല്യാണത്തെ നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റൂല. ഉം. അതേപോലെ തന്നെ കാഷ്വൽ സെക്സ് ഓക്കെ ആണെന്ന് പുരോഗമനക്കാർ പറയുന്നത്, അല്ലെങ്കിൽ പുരോഗമന സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് കാഷ്വൽ സെക്സിനെ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ട് ഒരു അപകടം എവിടെയും പറയാൻ പാടില്ല. അശ്രദ്ധ അല്ലെങ്കിൽ മറ്റേ പ്രൊട്ടക്ഷൻ, ഇങ്ങനത്തെ ചില പ്രത്യേക കാര്യങ്ങൾ വെച്ച് മാത്രമേ സൂചിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനെ പ്രശ്നമായിട്ട് അതിന് കണക്കുകൾ പറയുന്നുണ്ടെങ്കിലും സമൂഹത്തിൽ വലിയ വിപത്തുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒന്നും ഉണ്ടാകാൻ പാടില്ല. വിവാഹത്തിന് എന്ത് പോസിറ്റീവ് ഉണ്ടെങ്കിലും വിവാഹത്തിന് നല്ലതായിട്ട് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു മാധ്യമങ്ങളുടെയും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെയും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെയൊക്കെ ഒരു എന്താ പറയുക, ഇരട്ടത്താപ്പോ അല്ലെങ്കിൽ ഈ ഒഴുക്കിനൊപ്പം നീന്താൻ വേണ്ടിയിട്ടുള്ള ശ്രമകരമായ ദൗത്യങ്ങളോ ഒക്കെ ഈ വിഷയങ്ങളിൽ പ്രശ്നമായിട്ട് വർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന് ബയോളജിക്കലി അത്തരത്തിലുള്ള തോട്ട്സ് ഉണ്ടാവുക എന്നുള്ളത് പോസിബിൾ ആണ്, അല്ലെങ്കിൽ അത് സാധാരണയാണ്, നോർമലാണ്. അപ്പൊ അതുണ്ടെങ്കിൽ അത് റെസ്പോൺസിബിളായി ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിവാഹം എന്ന് പറയുന്നത് മറ്റ് തെറ്റായ ചിന്തകളിലേക്ക്, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഇറസ്പോൺസിബിൾ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അശ്രദ്ധമായ ജീവിത രീതിയിലേക്ക് പോകുന്നതിൽ നിന്നും അവനെ തടയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ആ കുടുംബ വ്യവസ്ഥ ഒരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ താല്പര്യമില്ലാത്ത ആൾ എല്ലാവരും കൂടി വിവാഹം കഴിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്, താല്പര്യമുള്ളവർ കഴിച്ചോട്ടെ, അതിനൊരു നെഗറ്റീവായിട്ട് എടുക്കേണ്ടതില്ല. പ്ലസ് താല്പര്യമില്ലായ്മ വേറെ ആരുടെയൊക്കെയോ ആശയങ്ങൾ പിന്തുടരാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല എന്നുള്ള ഉറപ്പും കൂടി നമ്മൾ വരുത്തേണ്ടതുണ്ട്. എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം എനിക്ക് ബയോളജിക്കൽ നീഡ് ഉണ്ട്, സെക്ഷൽ നീഡ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രായക്കാരായിട്ടുള്ള ആൺകുട്ടികളെ കാണുമ്പോൾ, പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് അട്രാക്ഷൻ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് എനിക്ക് ശാരീരികമായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, മാനസികമായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എനിക്ക് മാനസികമായിട്ട് ഡൗൺ ആവുന്ന സമയത്ത് എനിക്ക് പിന്തുടരാൻ ഒരു ഓപ്പോസിറ്റ് സെക്സിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഞാനതൊക്കെ അനുഭവിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ചില പ്രത്യേക ആശയക്കാർ പറഞ്ഞു, ഇങ്ങനെ പെട്ടെന്ന് വിവാഹം കഴിക്കരുത്, ഇത്ര പ്രായത്തിന് ശേഷം മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, ജീവിതത്തിൽ ഇന്നതൊക്കെ അച്ചീവ് ചെയ്തതിനു ശേഷം മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ എനിക്ക് നീഡ്സ് ഉണ്ടായിട്ട് പോലും എൻ്റെ ജീവിതത്തെ എൻ്റെ കൂടെ വരുന്നൊരു പാർട്ട്ണർ ഹെൽപ്പ് ചെയ്യുന്നുള്ള ബോധ്യം ഉണ്ടായിട്ടും, അതും ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഇൻസെക്യൂറായ, അശ്രദ്ധമായ ഇത്തരം ബന്ധങ്ങളിലൂടെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണ് തിരഞ്ഞെടുക്കുന്നത് അതല്ല സംഭവിക്കുക. എനിക്ക് ഇമോഷണലും ബയോളജിക്കലുമായിട്ടുള്ള എൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക, എനിക്കൊരു സഹായം കിട്ടുക, കെയർ കിട്ടുക, പ്രൊട്ടക്ഷൻ കിട്ടുക, അതല്ല സംഭവിക്കുക. നേരെ മറിച്ച് വളരെ തീവ്രമായിട്ടുള്ള വേറെ പ്രയാസങ്ങളിലേക്ക് എത്താണ് ചെയ്യുക. അപ്പോൾ സെക്യൂർ ആയിട്ടുള്ള ബന്ധങ്ങൾ എടുത്താൽ എനിക്കിത് നടക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ സെക്യൂർ ആയിട്ടുള്ള ബന്ധങ്ങളിൽ ഞാൻ പോവാതിരിക്കാനുള്ള കാരണം എന്താ? വേറെ ആരൊക്കെയോ പറയുന്നു വിവാഹം മോശമാണെന്നുള്ളത്. അപ്പം അതുകൊണ്ടാവരുത് നിങ്ങൾ നീഡിനെ സപ്രസ് ചെയ്യുന്നത് എന്നുകൂടി ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആ ഒരു കാഴ്ചപ്പാട് എങ്ങനെ വന്നു എന്നുള്ള ഒരു പരിശോധന നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഒരേ കാര്യം തന്നെ ഇപ്പോൾ ഈവൻ ഇത് പറയുമ്പോൾ വെച്ചാൽ വിവാഹത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കുടുംബ വ്യവസ്ഥയിലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ വരും. നമ്മൾ അതില്ല എന്ന് ഉറപ്പുവരുത്തുക.
ഓക്കെ, വളരെ ടോക്സിക് ആയ ഹസ്ബൻഡ്സ് ഉണ്ട്, ആയിക്കോട്ടെ, നമ്മൾ അന്വേഷിക്കുക, നമുക്ക് അങ്ങനെ എല്ലാം തോന്നുന്ന ഒരാളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട്, സംസാരിക്കാം, യെസ്, അന്വേഷിക്കാം, പഠിക്കാം. ഇപ്പോൾ ഒരു പ്രണയബന്ധത്തിനില്ലാത്ത അല്ലെങ്കിൽ പ്രണയബന്ധത്തിലൂടെ എത്തുന്ന വിവാഹത്തിന് ഇല്ലാത്തൊരു ഒരു ഗുണം അറേഞ്ച്ഡ് മാരേജിനുള്ളത് ഒരുപാട് വിഷയങ്ങളിലുള്ളതിൽ ഒന്ന് ഇതാണ്. ഇപ്പോൾ പ്രണയബന്ധം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് പ്രത്യേക ഒരു അട്രാക്ഷൻ കാരണം ലോക്കായിട്ടുണ്ടാവും നമ്മൾ അയാളിൽ. അപ്പം അയാളിൽ കാണുന്ന ടോക്സിറ്റി നമുക്ക് ചിലപ്പോൾ നോർമലായിട്ട് തോന്നും ആ സമയത്ത്. കാരണം നമ്മൾ ഇമോഷണലി ലോക്ക്ഡ് ആണ്. അതേപോലെ തന്നെ ചില നെഗറ്റീവുകളെ കാണാത്ത പോലെ നടിക്കാൻ ശ്രമിക്കും. ചില നെഗറ്റീവുകൾ അയാൾ കാണിച്ചു തരൂല. കാരണം നമ്മൾ ഒരു ബന്ധത്തിലാണല്ലോ. നേരെ മറിച്ച് ഇത്തരത്തിൽ അന്വേഷിച്ച് കണ്ടെത്തുന്ന വിവാഹങ്ങളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തൊരു ടൈപ്പ് ഓഫ് ആളല്ലേ വേണ്ടത്, അതല്ല ആ ആളല്ല നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നുള്ളത് ഉറപ്പുവരുത്തുക. നമുക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് അന്വേഷിച്ച് ഉറപ്പുവരുത്തി ബോധ്യപ്പെട്ട് എല്ലാ വഴിയിലും മുതിർന്നവരിലൂടെ അന്വേഷിക്കാം, നാട്ടിൽ അന്വേഷിക്കാം, കോളേജ്, സ്കൂള്, അതേപോലെ തന്നെ പേഴ്സണലി സംസാരിച്ച് ലൈക്സും ഡിസ്ലൈക്സും ഒക്കെ അറിഞ്ഞ് അത്തരത്തിലൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലൈഫിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. അല്ലാതെ ചില ആളുകളുടെ സംസാരം കേട്ടത് മൊത്തത്തിൽ ഒഴിവാക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ നീഡ്സിനെ സപ്രസ് ചെയ്യാണ്, ലൈഫിന് ഒരു നെഗറ്റീവ് സൈഡിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ എനിവേ ഈ ഒരു കുടുംബ വ്യവസ്ഥ അത് ശക്തിപ്പെടുത്തുക, അതിന് പുറത്തുള്ള ബന്ധങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം. കുടുംബമാണ് പരിഹാരം, കുടുംബത്തിൻ്റെ ഭദ്രതയാണ് ഇതിനെല്ലാത്തിനുള്ളൊരു പരിഹാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സിറിഞ്ചസ് ഉപയോഗിക്കുന്നിടത്ത് അതൊക്കെ ഈ മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഇത് കൂടുതലായിട്ട് പകരുന്നത്. സിറിഞ്ചസ് ഉപയോഗിച്ചത് തന്നെ ഉപയോഗിക്കുക പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് ഇപ്പോൾ അടുത്ത ന്യൂസ് റിപ്പോർട്ട് 15-നും 24-നും ഇടയിൽ പ്രായമായവരിൽ HIV ബാധ കൂടുന്നു എന്ന് വെച്ചാൽ 15 മുതൽ കൂടുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ 24.6% പേർക്ക് സ്വവർഗരതിയിലൂടെയാണ് അണുബാധ എന്നുള്ളതും അതിൻ്റെ കൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാലോചിച്ചൊക്കെ സ്വവർഗരതിക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ എത്ര ഉണ്ട്, എത്ര ശതമാനം? അതും ഇത് കണ്ടെത്തപ്പെട്ടതാണ്. 24.6% ആളുകൾക്ക് സ്വവർഗരതി, അഥവാ ഇത് അണുബാധയുള്ള ആളുകളിൽ 24.6% ആളുകൾക്ക് സ്വവർഗരതിയിലൂടെയാണ്, അല്ലെങ്കിൽ സ്വവർഗരതി ഉള്ള ആളുകളാണെന്നുള്ളത്, സ്വവർഗരതിയിലൂടെയാണെന്നുള്ളത് ഉറപ്പാണ്. ബാക്കി ആളുകളിൽ കണ്ടെത്തപ്പെടാത്തതോ അറിയാത്തതോ പുറത്തു പറയാത്തതോ ആയിട്ടുള്ള സ്വർഗാനുരാഗം ഉണ്ടായേക്കാം. അപ്പോൾ ചില പഠനങ്ങൾ പഠിക്കുന്നതിൽ ഇപ്പോൾ 2019 CDCയുടെ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ്റെ കണക്ക് പ്രകാരം 2019 HIV ബാധിതരുടെ എണ്ണത്തിൽ 66% ഈ ഇത്തരത്തിൽ സ്വവർഗാനുരാഗികളായിട്ടുള്ള ആളുകളാണ്. ഒന്നുകിൽ ബൈസെക്ഷൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഹോമോസെക്ഷൽസ് ആയിരിക്കും. അഥവാ എന്തായാലും ഗേകളായിട്ടുള്ള പുരുഷന്മാരാണെന്ന് എന്ത് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് HIV കാരണമാകും എന്നതിലൊരു സംശയമല്ല. നമ്മളെപ്പോഴും അതിലൊരു പഴയ പേരുണ്ട്, ഗ്രിഡ് അല്ലെങ്കിൽ ഗിഡ്സ് എന്ന് പറയും. ഗേ റിലേറ്റഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നായിരുന്നു മുമ്പ് എയ്ഡ്സിന്റെ പേര്. അഥവാ എയ്ഡ്സ് ആദ്യം വിചാരിച്ചിരുന്നത് ഗേകളിൽ മാത്രം കണ്ടിരുന്ന രോഗമാണെന്നുള്ളതാണ്. അത്രത്തോളം അവരിൽ അത് കൂടുതലാണ്, അല്ലെങ്കിൽ കൂടുതലായിരുന്നു, ഇപ്പോഴും ആണ്. അപ്പോൾ അത് HIV ബാധിതക്ക് വളരെയധികം പ്രോണായിട്ടുള്ള സിറ്റുവേഷനാണ്, വളരെയധികം സാധ്യത കൂട്ടുന്ന സാഹചര്യമാണ്. ഇത് മാത്രമല്ല, ഒരുപാട് ലൈംഗിക രോഗങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. മങ്കി പോക്സ് അടക്കം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുന്ന STDകൾ ഒരുപാട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ എയ്ഡ്സിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് എയ്ഡ്സിൻ്റെ വിഷയം പറയുമ്പോൾ കുറച്ചധികം നമ്മളത് മനസ്സിലാക്കേണ്ടതും പറയേണ്ടതുണ്ട്. കാരണം അതിനേക്കാൾ കൂടുതൽ മുൻപൊന്നും ഇത്തരത്തിൽ എയ്ഡ്സിൻ്റെ പകർച്ചക്ക് വേറൊരു വിഷയം ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. പിന്നെ ശേഷം സ്വാഭാവികമായിട്ടും പല വിഷയങ്ങളും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ സൂക്ഷ്മതയും വളരെ പ്രധാനമാണ്, എയ്ഡ്സ് ഇല്ലാത്തൊരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ. യെസ്, വ്യഭിചാരവും സ്വവർഗരതിയും പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലേക്ക് കൂടുതലായിട്ട് നയിക്കുന്നത്. പിന്നെ ലഹരി ഉപയോഗം എന്ന് വെച്ചാൽ തിന്മകൾ നമ്മൾ സാമൂഹികമായി ഇത്രയും കാലം, ഇപ്പം കുറച്ച് പുരോഗമനത്തിൻ്റെ പേരിൽ കുറച്ചൊക്കെ മാറ്റി വെച്ച് പറഞ്ഞെങ്കിലും ഈ ലഹരി, വ്യഭിചാരം, സ്വവർഗരതി എന്നൊക്കെ പറയുന്ന സാമൂഹിക തിന്മകളായി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള സാമൂഹിക വിപത്തുകളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളും ഇത്തരത്തിൽ ഇപ്പോൾ ബാധയേറ്റേക്കാട്ടോ. ഇപ്പോൾ ഏതെങ്കിലും മെഡിക്കൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന സമയത്തുള്ള അശ്രദ്ധ കാരണം നോർമൽ ട്രീറ്റ്മെന്റിന്റെ ഇടയിലും HIV വന്നേക്കാം. അതേപോലെ തന്നെ അവരറിയാതെ പാർട്ട്ണർ അവിഹിതത്തിലാണ്, ആ പാർട്ട്ണർക്ക് HIV ഉണ്ട്. അപ്പോൾ നിഷ്കളങ്കമായിട്ടൊരാൾക്ക് ആ പാർട്ട്ണറിലൂടെ ഇത്തരത്തിൽ HIV വരാം. അങ്ങനെ HIV ബാധിക്കപ്പെട്ട ആളുകളൊക്കെ ഇത്തരം തിന്മകൾ ചെയ്യുന്ന ആൾക്കാരാണ് എന്നല്ല പറയുന്നത്. അതിൽ അങ്ങനെ അതിന്റെ വ്യാപനത്തിനുള്ള പ്രധാന കാരണങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. വ്യഭിചാരം, സ്വവർഗരതി, ലഹരി പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, പല സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മളത് നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലതും. വ്യഭിചാരം, അവിഹിതം എന്നുള്ള പേര് തന്നെ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് സ്വവർഗരതി, ലഹരി, ഇതിനൊക്കെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന ഒരു അവസ്ഥ. അത് തന്നെയാണ് അങ്ങനെ ഒരു ഡയറക്ഷനിലേക്ക് സൊസൈറ്റി പോകുമ്പോൾ സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള കോൺസിക്വൻസുകൾ എന്നുള്ളത്. അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കുക എന്നുള്ളതാണ്
എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിഹാരം. ആ നിലക്ക് നമ്മളിങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ അതിൻ്റെ തിന്മകളെ കുറിച്ച് പറയുമ്പം നമ്മളോട് പെട്ടെന്ന് പറയും നിങ്ങളെല്ലാ പിന്നെ ആസ്വാദനങ്ങൾക്കും എതിര് എന്നൊക്കെ പറഞ്ഞു. ഈ ആസ്വാദനങ്ങൾ എന്ന പേരിൽ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇത് ചെയ്തതിൻ്റെ പേരിൽ ശരിക്കും ആസ്വാദനമല്ല ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കോൺസിക്വൻസുകളാണ് ഉണ്ടാവുക. അത് സാമൂഹികമായിട്ടും വ്യക്തിപരമായിട്ടൊക്കെ ഉള്ള കോൺസിക്വൻസുകളാണ്. അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അത്തരം തിന്മകൾക്കെതിരായിട്ട് നിരന്തരമായി സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. നമുക്കിപ്പോൾ അവിഹിതം എന്നൊക്കെ പറയുന്നത് ഒരു മോശം കാര്യമാണ് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ പറയാൻ പറ്റാത്ത ചാനലിലേക്ക് ഇപ്പം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഭയങ്കര വ്യക്തിപരമായ കാര്യമാണെന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് പോലും അവിഹിത ബന്ധങ്ങൾ ഒരു മോശമാണ് എന്ന ചിന്ത അവരിലടക്കുന്നുണ്ട്. ഏറ്റവും ലളിതമായിട്ട് അവരുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നുള്ള അവർക്ക് ഉറപ്പാണ്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഈ അവിഹിത ബന്ധങ്ങളൊക്കെ തെറ്റാണെന്നുള്ള കാര്യം. പിന്നെ കുറച്ച് പുരോഗമനത്തിന് വേണ്ടി അങ്ങനെയൊക്കെ പറയുന്നു മാത്രം. പക്ഷെ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള കുറച്ച് റട്രിക്കുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ നിലപാടുകൾ സ്വീകരിക്കരുത് എന്നുള്ളതാണ് വളരെ ചുരുക്കി ആ വിഷയത്തിൽ പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കുക. ഇത്തരം വിഷയങ്ങൾ, സാമൂഹ്യ പ്രസക്തിയുള്ള മറ്റു വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.